തിങ്കളാഴ്ച മുതൽ പ്രിയദർശിനി ഓടിത്തുടങ്ങുകയാണ്. നാട്ടിലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ കുട്ടിയെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യമായി യാത്ര തുടങ്ങാം. അങ്ങേയറ്റത്തെ ദരിദ്രമായ ചുറ്റുപാടിൽ പഠിക്കാൻ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്കും മീൻ വിൽക്കാനോ പച്ചക്കറി വിൽക്കാനോ നഗരത്തിലെത്തേണ്ട സ്ത്രീകൾക്കും ഷോപ്പിംഗ് മാളിലെ സെയിൽസ് ഗേൾസിനുമൊക്കെ APL BPL വ്യത്യാസമില്ലാതെ സൗജന്യമായി യാത്രയാകാം. യാത്രാ ചെലവ് മിച്ചം വയ്ക്കാം. ഒരു ദിവസം 2 നേരം വേണ്ട യാത്രയിൽ മിച്ചം വയ്ക്കുന്നത് വീടിനായി നീക്കിവെക്കാം, അവനവന് വേണ്ടി നീക്കിവെക്കാം, ചെറിയ സ്വപ്നങ്ങൾക്ക് മുതൽക്കൂട്ടാക്കാം. പക്ഷേ KSRTCയുടെ നഷ്ടക്കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നവർക്ക് ഇതൊരു അധിക ബാധ്യതയാണ്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓർഡിനറിയിൽ ഒതുക്കിയല്ലോ എന്ന പരിഹാസവുമുണ്ട്. സൗജന്യം നടുപൊഴിക്കുമെന്ന സ്വകാര്യ ബസ് ഉടമകളുടെ പരിദേവനമുണ്ട്. പക്ഷേ നഷ്ടത്തിന്റെ കണക്ക് മാസം 70 കോടിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ വിശദീകരിക്കപ്പെട്ട പദ്ധതി ആദ്യ 100 ദിവസങ്ങളിൽ ഓർഡിനറിയിൽ നടപ്പാക്കി പിന്നീട് മറ്റു സർവീസുകളിലേക്ക് ആലോചിക്കും എന്നാണ് മുഖ്യമന്ത്രി